കോട്ടയം ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഇടത് അനുഭാവികളായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസിന്റെ നീക്കം. പൊതുപണിമുടക്ക് ദിവസം നടന്ന സംഭവത്തിൽ ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് ചങ്ങനാശ്ശേരി പോലീസ്. പോലീസിന്റെ ഒത്തുകളിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. മിഥുൻ വിശദാംശങ്ങളുമായുണ്ട്. മിഥുൻ, എന്തായാലും പോലീസിനെതിരെ അതീവ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, ജൂലൈ 9 നടന്ന പൊതുപണിമുടക്കിൽ ഈ പണിമുടക്ക് ബാധകമല്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് ഒരു കൂട്ടം ഇടത് അനുകൂലികളായിട്ടുള്ള സമരക്കാർ, പണിമുടക്കിന് അനുകൂലിക്കുന്നവർ എത്തി അതിക്രമിച്ച് കയറുക. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുക, സ്ത്രീകളടക്കമുള്ളവരെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുക. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുക. ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള വലിയ കുറ്റകൃത്യം നടന്നു. അവിടെ ജീവനക്കാരന് വലിയ രീതിയിൽ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു. ആശുപത്രിയിൽ ചികിത്സ നേടേണ്ടി വന്നു. ശരീരമാസകലം വലിയ പാടുകളോടുകൂടിയാണ് വിഷ്ണു ചന്ദ്രൻ എന്ന് പറയുന്ന ഈ പോസ്റ്റ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷവും പോലീസ് എടുത്തിരിക്കുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടിയാണ് ഇത് ഒത്തുകളിയാണെന്നും പ്രതികളെ രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുന്നതാണെന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. ഇത്തരം വലിയൊരു സംഭവം നടന്നിട്ട് പ്രതികളായിട്ടുള്ള 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള വിഷ്ണു ചന്ദ്രൻ, ഒപ്പം തന്നെ ജിതിൻ ജോസഫ്, അതുപോലെ തന്നെ രാഹുൽ രാജേന്ദ്രൻ, അനന്തു സുരേന്ദ്രൻ എന്നടക്കമുള്ളവരെയാണ് പ്രതി ചേർത്ത്. ഇങ്ങനെ 4 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളാണ് BNS 296B, 115, 2, 3, 5 എന്നീ വകുപ്പുകളാണ്. ഇത് എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് അസഭ്യം പറയുക, അശ്ലീലം പറയുകൾ, അതുപോലെ തന്നെ സ്വമേധയാ മുറിവേൽപ്പിക്കൽ, ഇത്തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് തീർച്ചയായും നിസ്സാര വകുപ്പുകളാണ്, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. പക്ഷേ ഇത്തരത്തിലൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി അവിടെയുള്ളവരെ മർദ്ദിക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തേണ്ട ഈ അവസരത്തിലാണ് ഈ 4 പ്രതികൾക്കെതിരെയും ഇത്തരം നിസ്സാരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രതികളെ രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുന്നതും ഒപ്പം തന്നെ ഇടത് അനുഭാവികളായിട്ടുള്ള പ്രതികൾക്ക് അനുഭാവപൂർവ്വം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോലീസിന്റെ ഒരു ഒത്തുകളിയാണ് ഇത്തരത്തിലുള്ള നടപടി എന്നാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. ഈ FIR പരിശോധിച്ചാൽ തന്നെ അറിയാം. FIR കൃത്യമായി പറയുന്നത് രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനറാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിലെ പരാതിക്കാരൻ. ശ്രീ രാജേന്ദ്ര പ്രസാദ്, ഇപ്പോൾ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ഗൂഢശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ആദ്യം തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ നോക്കി, അതിനെല്ലാം പുറമെ അദ്ദേഹത്തെ ആക്രമിക്കാൻ നോക്കി. ഒടുവിൽ പോലീസും ഒത്തുകളിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യം? തീർച്ചയായും മാഡം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 9-ാം തീയതി വിഷ്ണു ചന്ദ്രനെ ഓഫീസിനുള്ളിൽ, അതായത് പണിമുടക്ക് ദിവസം അവശ്യ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അവിടെ ജോലിക്ക് വന്ന വിഷ്ണു ചന്ദ്രനെ ഓഫീസിനുള്ളിൽ കയറി CITUവിന്റെ NFPയുടെയും സംഘടനാ നേതാക്കൾ തല്ലുകയും അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റും ആ ഇൻഡിവിജ്വലും തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിന് തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ചങ്ങനാശ്ശേരിയിൽ BMSമായി ചേർന്നൊരു പ്രതിഷേധ ധർണയും ഞങ്ങൾ നടത്തിയിരുന്നു. അതിലും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ, അതായത് ഒരു സർക്കാർ ഓഫീസിനുള്ളിൽ കയറി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉപദ്രവിക്കുകയാണെങ്കിൽ BNSലെ 221 പോലുള്ള വകുപ്പുകൾ, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. ആ ഒഫൻസ് അവർ ഈ കുറ്റവാളികൾക്കെതിരെ ചുമത്തണമെന്നും കർശനമായി അവരെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ സമയം ഇടുക്കിയിൽ പോസ്റ്റ് ഓഫീസിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ പോലീസ് നോൺ വെയിലബിൾ ആയിട്ട് ഒഫൻസ് ഇടുകയും പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് കോടതി ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ സിമിലർ ഒഫൻസ് നടന്ന ചങ്ങനാശ്ശേരിയിൽ പോലീസ് ഈ പറഞ്ഞ വകുപ്പുകളൊന്നും ചേർത്തിട്ടില്ല. ഞാൻ SHO ചങ്ങനാശ്ശേരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ FIR ആൾട്ടർ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പും നൽകിയതാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും. എന്നിട്ടും പരാതിക്കാരൻ വിഷ്ണു ചന്ദ്രൻ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ
FIR-ന്റെ കോപ്പി പോലും നൽകാൻ പോലീസുകാർ തയ്യാറായില്ല. ഇതിൽ നിന്നാണ് ഞങ്ങൾക്കൊരു സംശയം ഉണർന്നത്, ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ജോലി ചെയ്യാനുള്ള അവകാശം, സമരം ചെയ്യാനുള്ള അവകാശം മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവകാശം വിഷ്ണു ചന്ദ്രനുമുണ്ട്. വിഷ്ണു ചന്ദ്രന്റെ ആ അവകാശത്തെ ഹനിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്ത ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നും ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ആവശ്യപ്പെടാനുള്ളത്. ശരി, ശ്രീ രാജേന്ദ്ര പ്രസാദ്. മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. പോലീസുമായൊക്കെ സംസാരിച്ചിരുന്നു, പക്ഷേ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഫോണിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ നടപടിയൊന്നും പ്രാബല്യത്തിലാകുന്നില്ല എന്നുള്ളതാണ്. തന്നെ പറയുന്നുണ്ട് എത്രത്തോളം ക്രൂരമായിട്ടുള്ള അക്രമമാണ്. തീർച്ചയായിട്ടും ഈ FIR-ൽ തന്നെ പറയുന്നുണ്ട് എത്രത്തോളം ക്രൂരമായിട്ടുള്ള അക്രമമാണ് വിഷ്ണു ചന്ദ്രൻ എന്ന പോസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ നേരിടേണ്ടി വന്നത് എന്നുള്ളത്. നെഞ്ചിൽ ചവിട്ടുകയാണ് ഒന്നാം പ്രതി ചെയ്തത്. പിന്നീടുള്ള 3 പ്രതികളും ചേർന്ന ഇയാളുടെ മുഖത്തും തലയ്ക്കും പ്രഹരമേൽപ്പിക്കുകയായിരുന്നു, അടിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യമെല്ലാം അദ്ദേഹത്തിന് അനുഭവപ്പെടേണ്ടി വന്നു. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നിട്ടും FIR-ൽ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടും ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള പരാതി FIR പരിഷ്കരിക്കണമെന്നും അതുപോലെ തന്നെ മിഥുൻ, പണിമുടക്ക് ദിവസം നടന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായ അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്തയാണ് മിഥുൻ പങ്കുവച്ചത്. പോലീസ് വിഷയത്തിൽ ഒത്തുകളിക്കുന്നു, കൃത്യമായ നടപടി എടുക്കുന്നില്ല, കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി ആവശ്യപ്പെടുകയാണ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ.